നമ്മുടെ ഇന്ത്യൻ ബൈക്ക് 3D നമ്മുടെ വീട് ഒരു ഹോസ്പിറ്റലായി മാറ്റുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ടു ബീസ് ഗെയിമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ടൂറ് പോവുകയാണ്. എന്നാൽ നമ്മൾ ടൂറ് പോകാൻ പോകുന്നത് ഒരു ബസ്സിലാണ്. ആ ബസ്സുള്ളത് നമ്മളെ എയർപോർട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ എയർപോർട്ടിൽ പോവാം. നമ്മളൊന്നല്ല ഡ്രൈവർ, സാധാ ലൈൻ ബസ്സിലാണ് പോകുന്നത്. പക്ഷെ നമ്മളെ ഇവിടെ ബസ്സൊക്കെ നിർത്തിയിടൽ നമ്മളെ എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ എയർപോർട്ടിൽ പോവാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബസ്. നല്ല അടിപൊളി ചുവപ്പ് കളറുള്ള ബസ്സാണ്. അപ്പോൾ ഇനി നമ്മൾ പോവാണ് ഗായ്സ്. നമ്മളെ ബസ്സിന് എന്തോ പറ്റിക്കണു ഗായ്സ്. നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ നമ്മളെ ബസ്സിന് എന്താ പറ്റി? അറിയില്ലടാ ചേട്ടാ, മാറിക്കാതെ ട്രെയിന്. അയ്യോ അയ്യോ അയ്യോ, രക്ഷിക്കണേ. ഓ ഭാഗ്യം, എനിക്കൊന്നും പറ്റിട്ടില്ല. മുറിയായോ? ഇല്ല. എന്നാലും ഈ ട്രെയിന് എങ്ങനെ ഈ റൂട്ട് കറങ്ങിയത്? ഓ, ബസ്സിലുള്ള ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ടാവല്ലോ. ആ ചേട്ടനൊക്കെ മരിച്ചു. അതോ ബസ്സിലുള്ള ആൾക്കാരൊക്കെ നിലത്ത് കിടക്കണു ഗൈസ്. ഭാഗ്യത്തിന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഓലപ്പം മരിച്ച് പടച്ചോൻ്റെ അടുത്ത് പോയിരുന്നു. നമുക്ക് ഈ ബസ് എങ്ങനെയും നിർത്തണം. നമുക്ക് ഈ ചേട്ടനോടൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കാം. ചേട്ടേ, ഇങ്ങോട്ട് ഇത് നോക്കിക്കഥ ഈ ബസ് നിവർത്തേ. നിങ്ങൾ നോക്കല്ലേ? ഓക്കേടാ, നമുക്കളുടെ അടുക്കൊന്നും നിവർത്തോ. എടോ, എല്ലാവരും ബസ് നിവർത്താൻ കൂടി. നിങ്ങൾ നോക്കിക്കോതെ. ഓക്കേടാ, ഞങ്ങളൊക്കെ കൂടിക്കൊണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ ഈ ബസ് നിവർത്തുകയാണ്. അപ്പൊ എല്ലാവരും നിവർത്ത്. ഓക്കെ, ഞാൻ നിവർത്താം ഫസ്റ്റ്. അങ്ങനെ വേണ്ട, നമുക്ക് എല്ലാവർക്കും ഒപ്പം കൂടി നിവർത്താം. അപ്പൊ ഗൈസ്, നമ്മൾ അങ്ങനെ ഈ ബസ് നിവർത്താളേ. ഓ, നല്ല കനുണ്ട് ഗൈസ്. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ നിവർത്തി ഗൈസ്. ഓ, ബസ്സിനൊന്നും പറ്റിട്ടില്ല. ഓ, ബസ് ഓടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞാനാ ഈ ബസ് എടുക്കണേ. നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടുത്തെ ആൾക്കാർക്ക് എന്തൊക്കെ പറ്റിക്കണു ബസ്സത്തെ. അപ്പൊ നമ്മൾ ഇനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഗൈസ്. ന്യൂസേ, ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. നിങ്ങളൊന്ന് വായോ നോക്ക്. നമ്മുടെ ഈ ഇന്ത്യൻ ബൈക്കില് ഈ ഹോസ്പിറ്റലൊക്കെ കുറവാണ്. അപ്പൊ നമ്മക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? ആൾക്കാർക്കൊക്കെ ആകെ പരിക്കാണ്. ഐഡിയ, നമുക്ക് നമ്മളെ ഈ വീട് മാറ്റിട്ട് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാലോ? ഓക്കെ, നമുക്കൊന്ന് അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ ഇനി ഫോൺ എടുത്തിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ആംബുലൻസ് ആണ്. ഞാനൊന്ന് ആംബുലൻസ് അടിച്ചു നോക്കിയോട്ടെ. ആംബുലൻസ്. ഓക്കെ, അപ്പം നമ്മൾ അടിച്ചേക്കണു ഗൈസ്. ഓ, ഇതാ ഒരു അടിപൊളി ആംബുലൻസ് കിട്ടിക്കണു. അപ്പം നമുക്ക് ഈ ആംബുലൻസ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. ഈ ഒരു റൈഡ് നമുക്ക് കടന്നാലുള്ളൂ ആംബുലൻസ് കിട്ടുക. ഇത് നല്ല പണിയുള്ള ഒരു റൈഡാണ്. എന്നാലും നമ്മളെ നാടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റൈഡ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ആ ആംബുലൻസ് കിട്ടുക ഗൈസ്. ഇനി നമ്മൾ ഈ ആംബുലൻസ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മൾ ഈ ആംബുലൻസ് എടുത്ത് നമ്മളെ വീട്ടിൽ പാർക്ക് ചെയ്യാണ് ഗൈസ്. എന്നിട്ട് അടുത്ത വേണ്ട നമുക്ക് ഈ ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കാൻ ഈ പ്ലെയിൻ ഹുഡൊക്കെ വേണം. അപ്പം നമ്മൾ ഇനി അടുത്ത പ്ലെയിൻ ഹുഡ് എടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളെ ബൈക്ക് എടുത്ത് നമ്മൾ പോവുകയാണ്. ഒരു പണിസ്ഥലമുണ്ട്, അവിടെ ഉണ്ട് ഈ പ്ലെയിൻ ഹുഡൊക്കെ. അപ്പം നമുക്ക് ഇനി അവിടെ പോയി എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ആ പണി സ്ഥലത്ത് എത്തിക്കണു. നമ്മൾ കുറച്ച് മേലായിട്ടാണ് ആ പ്ലെയിൻ ഹുഡൊക്കെ ഉള്ളത്. നമുക്ക് അപ്പോൾ ഒന്ന് പോയി എടുക്കാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ഒരു ഇങ്ങനെ ഒളിച്ച് പോവാനായിട്ട് ഒരിത് വെക്കണം. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ടോയെന്ന്. ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്തിന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ആ സാധനം കിട്ടി. ഇനി നമ്മളിത് നേരെ വെക്കാൻ പോവുകയാണ്. നമ്മളപ്പോൾ ആ സാധനം എടുത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കണു. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ആ പ്ലെയിൻ ഹുഡൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ പോയി ആ പ്ലെയിൻ ഹുഡ് എടുക്കാം. ഫസ്റ്റ് ഇതിൻ്റെ മേൽക്കൂടൊക്കെ ഒന്ന് കയറട്ടെ. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ പ്ലെയിൻ ഹുഡുകൾ. അപ്പോൾ നമുക്ക് ഇത് തള്ളിയിട്ട് അങ്ങനെ താഴേക്ക് ഒളിച്ചിട്ട് ഇടാം ഗൈസ്. 2-3 ഇതുകളുണ്ട്. അപ്പോൾ 2 നമ്മൾ ആളിൽ ഇട്ടു. ഇനി ഇതും കൂടി ഇടുകയാണ്. അത് അങ്ങനെ അവിടെ എത്തിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വണ്ടിയിലൊക്കെ നിറച്ചു. ഇനി നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ ഗായ്സ് നമ്മൾ ആ ഇതും സെറ്റാക്കിക്കണു.
ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത് നമുക്ക് നോക്കാം. ഇനി അടുത്തത് നമുക്ക് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വേണ്ട സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. നമ്മൾ ഇവിടെയാണ് ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങളൊക്കെ വെക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഒരു ലുക്കൊക്കെ കൊടുത്തുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഫോൺ വിളിച്ചിട്ട് ഓർഡർ ചെയ്യാം ഗൈസ്. ഹലോ, ഞാൻ ഫ്രാങ്ക്ലിനാണ്. എനിക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ വേണം. ഓക്കെ എയർപോർട്ടില്ലേ? ഓക്കെ, ഞാൻ വന്നോണ്ട്. അവിടെ കൂടെ നിൽക്കണോ? ഓക്കെ, അപ്പോൾ ഞാൻ വന്നെടുത്തോണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിക്കണു. എല്ലാ സാധനങ്ങളും എയർപോർട്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇനി എയർപോർട്ടിൽ എത്തി. ഇനി ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം. എവിടെ കാര്യപ്പോൾ ആ ഇത് വെച്ചിട്ടുണ്ടാവുക നമുക്കൊക്കെ നോക്കാം. ഗൈസ്, ഇതാണ് ആ സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കണം. അങ്ങനെ നമ്മുടെ വീട് ഒരു ഹോസ്പിറ്റലായി മാറിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ 2-3 രോഗികൾ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഉള്ളു നോക്കാം. ഇവിടെ ഒരു ഇരിക്കാനുള്ള സ്ഥലവും റിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു കടക്കണ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ഡോക്ടർ സുമേഷ്. അപ്പോൾ നമുക്കൊന്ന് ബാരൊക്കെ പോയി നോക്കാം. ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ. അപ്പോൾ ജിമ്മ് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ രോഗികൾക്ക് സ്റ്റേ ചെയ്ത് കടക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ഒരു രോഗിയെ നോക്കുകയാണ്. ആളെ പേര് രമേശ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നോക്കുമ്പോൾ ഇവിടെ ഒരു രോഗിയുണ്ട്. അയാൾ എന്താ വെച്ചാൽ ചെയ്യാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെല്ലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ എളുപ്പം എത്തുന്നതായിരിക്കും.